ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ സ്വരാക്ഷരം പഠിച്ചു. ആദ്യം പഠിച്ച സ്വരാക്ഷരം ഏതാ? ആ ആന്ന് നമ്മൾ പഠിച്ചു. ആന്ന് ചില കുട്ടികൾക്ക് എഴുതാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടെന്നും കേട്ടു. അപ്പൊ നമുക്ക് അതെന്താ ചെയ്യുന്നേ? ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് എങ്ങനെ എഴുതുന്നെന്ന് ഞാൻ ക്ലാസ്സിലൂടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ആ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അത് വളരെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എഴുതുന്ന കുട്ടികൾക്ക് അതൊരു റിവിഷൻ ക്ലാസ് ആവും, അവർക്ക് ഒന്നുകൂടി തറവാവും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെ എഴുതി? ഇതല്ലേ ആദ്യത്തെ പഠിച്ച സ്വരാക്ഷരം. ഈ സ്വരാക്ഷരം നമുക്ക് ഓരോ സ്റ്റെപ്പിലൂടെ എങ്ങനെ എഴുതുന്നു മനസ്സിലാക്കാം. ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാ വെച്ചാല് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ എഴുതുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെ ഇങ്ങനെ എഴുതുക. ഓക്കെ, രണ്ടാമത് ചെയ്യുക, അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ. ഓക്കെ, അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. എന്നിട്ട് അവിടുന്ന് എന്തോ ചെയ്യണം? നമ്മള് 3 എന്ന് പഠിച്ചില്ലേ കണക്ക് സംഖ്യ, അതുപോലെ എഴുതുക. രണ്ടാമത് മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത് എന്തോ ചെയ്യണം? അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഇപ്പൊ എഴുതിയത് ഇങ്ങനെ. എന്നിട്ട് എന്തോ ചെയ്യണം? ഇവിടുന്ന് കാണുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ വെക്കുക പുറത്തോട്ട്. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്, അറിയുന്നവർക്ക് ഒന്ന് തറവാവും. ഓക്കെ, പിന്നീട് എന്തോ ചെയ്യണം? അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഇപ്പൊ എഴുതിയത് ഇവിടുന്ന് 3 എഴുതാ, അതെന്താ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തോട്ട് അവിടെ വരെ എഴുതിയില്ലേ? എന്നിട്ട് എന്തോ ചെയ്യണം? ഇവിടുന്ന് നമ്മള് താഴത്തോട്ട് വരക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നീട് എന്തോ ചെയ്യണം? അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതിയിട്ട് ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? എന്നിട്ടെന്തോ അവിടുന്ന് നമ്മള് റാ എഴുതുക. എന്നിട്ട് എന്തോ ചെയ്യണം? അതും അതുപോലെ തന്നെ എടുത്തെഴുതുക. മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് എളുപ്പമാവും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്. എന്നിട്ട് എന്തോ ചെയ്യാം? അകത്തോട്ടൊന്ന് ചെറിയൊരു ചുറ്റി വരക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ റാ എഴുതി അതിന് സർക്കിൾ കൊടുക്കുക. അതുപോലെ ഒന്ന് എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതാ? ഒന്നുകൂടി കാണിച്ചു തരാം, ശ്രദ്ധിച്ചു നോക്കുക. ആദ്യം ഇങ്ങനെ എഴുതുക. രണ്ടാമത് അത് അതുപോലെ തന്നെ എടുത്തെഴുതി നമ്മൾ 3 എഴുതിയ പോലെ എഴുതുക. മൂന്നാമത് അതും അതുപോലെ എടുത്തെഴുതി അകത്തുനിന്ന് ഇങ്ങനെ പുറത്തോട്ട് എഴുതുക. പിന്നീട് എന്താ ചെയ്യണം? അതും അതുപോലെ തന്നെ എടുത്തെഴുതി താഴത്തോട്ട് നീട്ടി വരയ്ക്കുക. ഇവിടുന്ന് എഴുതിയതില്ല, ഇവിടുന്ന് അത് നമ്മള് അതിനോട് തന്നെ നീട്ടി താഴത്തോട്ട് വരക്കുക. അതും അതുപോലെ തന്നെ എഴുതിയിട്ട് എഴുതിയല്ലോ, അതിനോട് ചേർന്ന് നമ്മൾ എന്തോ ചെയ്യാ? റാ എന്നുള്ള അക്ഷരം എഴുതി കൊടുക്കുക പുറത്തോട്ട്. വീണ്ടും അത് അതുപോലെ തന്നെ എഴുതി റാ അകത്തോട്ട് ഒരു ചെറിയ ചുറ്റി വരക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ സർക്കിൾ കൊടുക്കുക. എന്തോ ആയി? സ്വരാക്ഷരം ഇപ്പൊ ബുദ്ധിമുട്ടൊക്കെ മാറിയോ? എളുപ്പല്ലേ? വീട്ടിൽ നിന്ന് ഇത് ഓരോ സ്റ്റെപ്പ് എഴുതി നോക്കുക. എന്നിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പേജിൽ അങ്ങനെ തന്നെ എഴുതി പറഞ്ഞുകൊണ്ട് എഴുതുക. ആദ്യം ഈ സ്റ്റെപ്പ് ഒക്കെ മനസ്സിലായല്ലോ, അത് അങ്ങോട്ട് എഴുതി പഠിക്കുക. അപ്പൊ എഴുതി വന്നപ്പോൾ ലാസ്റ്റിൽ എന്താവും? സ്വരാക്ഷരം. ഷുവർ ആയിട്ടും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ആ ബുദ്ധിമുട്ടൊക്കെ മാറും. വീഡിയോ ഇഷ്ടമാവോ? ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യുക, അതുപോലെ കൂടുതൽ വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.